നമുക്കിന്ന് ഇടിയൻ ചക്ക വെച്ച് ഒരു തോരൻ റെഡിയാക്കാം. ആദ്യം തന്നെ ചക്കയുടെ മുള്ളൊക്കെ ചെത്തി ക്ലീൻ ചെയ്തെടുക്കണം. ചക്ക കട്ട് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ചക്കയുടെ പശയൊക്കെ നമ്മുടെ കയ്യിലൊട്ടി പിടിക്കും. കത്തിയിലും വെളിച്ചെണ്ണ പുരട്ടാൻ മറക്കരുത്. അതിനുശേഷം ചക്ക ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിറയെ പശയുണ്ടാകും. അപ്പോൾ പശ നമ്മളൊരു ചകിരി വെച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയോ നമുക്ക് തുടച്ച് കൊടുത്താൽ മതി. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ഒരു തുണിയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി തുടച്ച് കൊടുത്താലും മതി. ഇതുപോലെ ചക്കയുടെ മുള്ളിൻ്റെ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞ് എടുക്കണം. ഇപ്പോൾ ചക്കയുടെ എല്ലാ പീസും ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നടുവിൽ വരുന്ന ഭാഗം കട്ട് ചെയ്യരുത്. ഇടിയൻ ചക്കയുടെ എല്ലാ ഭാഗവും നമുക്ക് കഴിക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ പീസുകളും ചെറുതായി കട്ട് ചെയ്ത് ഒരു കുക്കറിലിട്ട് വേവിക്കണം. കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടിപ്പോകരുത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരു വിസിൽ വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത് കുക്കറിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചക്ക കുക്കായിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ബാക്കി വന്നിട്ടില്ല. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വരുന്ന കാണാം. അതായത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാട് ഓവർ കുക്കാവാൻ പാടില്ല കേട്ടോ. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഉരലിൽ വെച്ച് ചക്കയുടെ പീസ് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോരുത്, ലൈറ്റായിട്ടേ ചതയ്ക്കാവൂ. ഇനി ഉരലില്ല എന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് നമുക്ക് റെഡിയാക്കിയാലും മതി. ഇപ്പോൾ എല്ലാ പീസും ഇതുപോലെ ചതച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. ഇതിൻ്റെ ഇത് ഉലർന്നിങ്ങനെ ഇരിക്കണം. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതൊന്ന് കാച്ചിയെടുക്കണം. കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് കൂടുതലിടാൻ ശ്രദ്ധിക്കണം. ചെറിയുള്ളി തോരനൊക്കെ റെഡിയാക്കുമ്പോൾ ചെറിയുള്ളി കുറച്ച് കൂടുതലിടുന്നത് തോരൻ്റെ ടേസ്റ്റ് കൂട്ടും. ഇനി ഇതെല്ലാം അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. അടുത്തായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. അതിനുശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതെല്ലാം മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് ബ്രൗൺ നിറമായതിനു ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ചതച്ച മുളകും ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചക്ക വേവിച്ചപ്പോൾ ഇട്ടിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നാൽ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇനി ഈ ചക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഫുള്ള് ചക്ക ഇടുന്നില്ല, ആവശ്യത്തിന് മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇടിയൻ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്